അപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങളിൽ കൂടി സമൂഹത്തെ രക്ഷിച്ചു കളയാമെന്ന് വിശ്വസിക്കുന്നതിൽ അപാകതയാണ്. അല്ല, ഇതിനൊക്കെ തുരങ്കം വെക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് തീർച്ചയായും ഒരു പങ്കുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യം മുൻനിർത്തി കൂടി ആണ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നത്. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് നിർത്തണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർ അതിൻ്റെ പാഠം ഉൾക്കൊള്ളും. അത് നടക്കുന്നില്ല. അല്ല, ഈ കാര്യങ്ങൾ പലപ്പോഴും പത്രപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കാത്തതും രംഗത്ത് വരാതിരിക്കുന്നതും പത്രപ്രവർത്തകർക്ക് തന്നെ രാഷ്ട്രീയ ചായ്വ് ഉണ്ടായിത്തീരുന്നത് കൊണ്ടാണ്. അതും ഒരു കാര്യമാണ്. പക്ഷേ പ്രധാന കാര്യമായി ഞാൻ കാണുന്നത് ആ ചായ്വും ഉണ്ടാകുന്നതിൻ്റെയും കാരണം അതാണ്. പ്രധാനമായിട്ട് ഞാനത് കാണുന്നത് പ്രൊഫഷണലിസത്തിൻ്റെ ദൗർബല്യമായിട്ടാണ്. ശക്തമായ ഒരു പ്രൊഫഷണൽ അടിത്തറ കെട്ടുന്നതിൽ നാം പരാജയപ്പെട്ടിരിക്കുന്നു. അതുണ്ടായിരുന്നാൽ ഇതിൽ പല പത്രപ്രവർത്തനത്തിനകത്തുള്ള പ്രശ്നങ്ങൾ. പക്ഷേ കേരളത്തിൽ മാതിരിയുള്ള ഒരു സ്ഥലത്ത് മറ്റും ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ചെറിയ സമൂഹമാണ്. ഇതൊരു ഇപ്പോൾ ഒരു മധ്യവർഗ സമൂഹമായി മാറിയിരിക്കുന്നു. നമ്മളെല്ലാവരും അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഞാൻ ഒരു നിൽക്കുന്ന എതിർവശത്ത് കാണുന്ന ഒരാളെ ഒരുപക്ഷെ എൻ്റെ ബന്ധുവായിരിക്കും. എൻ്റെ ബന്ധു അല്ലെങ്കിൽ തന്നെ എൻ്റെ ഏതെങ്കിലും ബന്ധുവിൻ്റെ സഹപ്രവർത്തനോ അടുത്ത സുഹൃത്തോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പല ബാന്ധവങ്ങളും സത്യസന്ധമായ ഒരു സമീപനം എടുക്കുന്നതിൽ നിന്ന് വ്യക്തികളെ പിന്തിരിപ്പിക്കുന്നു. പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടാകണ്ടേ വാസ്തവത്തിൽ? കാരണം ഒരു കാര്യം തീർച്ച, പത്രങ്ങൾക്കുള്ള വിശ്വാസ്യത കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്കിടയിൽ നിന്നുള്ളൊരു യാഥാർത്ഥ്യമല്ലേ? അത് യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് പത്രങ്ങൾ ബോധവാന്മാരല്ല എന്ന് ഒരുപക്ഷെ പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഇന്ന് പത്രങ്ങൾ വിശ്വസിക്കപ്പെടണമെന്ന് പത്രം നടത്തുന്നവർക്ക് നിർബന്ധമില്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ പത്രം വാങ്ങണം എന്നുള്ളതേ ഉള്ളൂ. വായിക്കണമെന്നും ഇല്ല എന്ന് തോന്നുന്നു. ഒരു ചില പരസ്യങ്ങളൊക്കെ വന്നതെന്ന് അറിയാമല്ലോ. നിങ്ങൾ ഈ പത്രം വായിച്ചിട്ട് അതിനകത്ത് ഇതുണ്ടോ ഇതില്ലയോ എന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സമ്മാനം തരും. അല്ല, പത്രം നടത്തിപ്പ് എന്നുള്ളത് വൻ മുതൽ മുടക്ക് ആവശ്യമായ ഒരു വ്യവസായമായി മാറിയതിൻ്റെ ദുരന്തമല്ലേ ഇത്? അല്ല, വൻ വ്യവസായമായി മാറിയത് ഒരു അനിവാര്യമായ മാറ്റമാണ്. പക്ഷേ വൻ വ്യവസായമായി മാറുമ്പോൾ മൂല്യങ്ങൾ ബലികഴിക്കണം എന്നൊന്നുമില്ല. ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് സമൂഹത്തിൽ പൊതുവായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതിയുടെ ഭാഗമായിട്ടാണ്. അത് പത്രപ്രവർത്തനത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ വളരെയധികം മൂല്യച്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം. അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞിട്ടേ ഓരോ തുറയിലും നമുക്ക് സംഗതികൾ നന്നാക്കാൻ മെച്ചപ്പെടുത്താൻ കഴിയും. അല്ലെ, മുഴുവൻ സമയ പത്രപ്രവർത്തനത്തിനിടയിൽ കലാപ്രവർത്തനവും കൂടി നടത്തിയ ആളാണ് ബാബു ഭാസ്കർ. അങ്ങ് ടെലിവിഷൻ സീരിയലാക്കിയ തകഴിയുടെ കയർ എന്ന ബൃഹത്തായ നോവൽ എന്തുകൊണ്ടാണ് മലയാളത്തിലേക്ക് കൊണ്ടുവരാതിരുന്നത്? അത് കയറിൻ്റെ ടെലിവിഷൻ സീരിയലാക്കിയതിൽ ഞാൻ ഉൾപ്പെട്ടതൊരു യാദർച്ഛിക സംഭവമാണ്. ഒരു അവസരത്തിൽ തകഴി ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം കോപ്പി എനിക്ക് കൊണ്ട് തന്നിട്ട് ഇതിനെക്കുറിച്ച് എഴുതണം എന്ന് ആവശ്യപ്പെട്ടു. അതിനൊരു പശ്ചാത്തലമുണ്ട്. ചെമ്മീൻ ഇറങ്ങിയ കാലത്ത് ഹിന്ദുവിൽ ഞാനാണത് റിവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമായിരുന്നു. അതായത് എന്നോട് അത് ആ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കിയാണ് നീ എഴുതിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം അതെൻ്റെ ഒരു കോപ്പി എൻ്റെ തന്നിട്ട് പറഞ്ഞു, നീ ഇത് വായിക്കണം, കഴിയുമെങ്കിൽ എഴുതണം ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അന്ന് കഴിഞ്ഞില്ല, അതിനുള്ള സൗകര്യമൊന്നും കിട്ടിയില്ല. ഞാൻ ലക്കനറിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയ സമയത്ത് ഇതിനെക്കുറിച്ച് ഈ പുസ്തകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഒരു മുഖപ്രസംഗം ഡെക്കാനഹറിൽ എഴുതാൻ അവസരമുണ്ടായി. അപ്പോൾ അതിനുശേഷം അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ യാദർച്ഛികമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് സീരിയലാക്കാൻ പറ്റും, ഇത് എഴുതിയിരിക്കുന്നത് തന്നെ ഏതാണ്ട് എപ്പിസോഡുകളായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒക്കുമോ ഇത്രയും ഇത് വളരെ കാലം? ഞാൻ പറഞ്ഞു, ആകും, അത് കുറച്ച് നീണ്ടുപോകുമെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ഓരോരോ എപ്പിസോഡായിട്ട് അരമണിക്കൂറിനുള്ളിൽ കൈകാര്യം ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ എന്തെങ്കിലും ചെയ്യ് നീ അതിനെക്കുറിച്ച്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് MS സത്യു എന്ന് പറയുന്ന പ്രശസ്തനായ ഡയറക്ടറോട് സംസാരിച്ചു. അദ്ദേഹത്തിന് വലിയ താല്പര്യമായി ഈ പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ ഈ പുസ്തകം മലയാളത്തിലല്ലാതെ ഒരു ഭാഷയിലും ഇപ്പോൾ ഇല്ല, ഹിന്ദിയിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. അപ്പോൾ സത്യു എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയും, ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. ഇപ്പോൾ ഈ വിശ്രമം എടുക്കുന്ന ഈ സമയത്ത് അതുപോലെ ഏതെങ്കിലും ഒരു ബൃഹത് സംരംഭമോ അല്ലെങ്കിൽ പുതിയൊരു ദൗത്യമോ ഏറ്റെടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രായത്തിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്തിക്കുന്ന അതിനെ പറ്റിയൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാവുന്നതുണ്ട്, ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ പ്രായമൊക്കെ കണക്കിലെടുത്ത് പഴയ മാതിരി പിന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ ദിവസം 18 മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ അന്ന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രവർത്തനം കുറയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോഴത്തേക്ക് ചില മുൻഗണനാക്രമങ്ങളൊക്കെ നിശ്ചയിക്കേണ്ടി വരുന്നു. അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു പാരാവാരമാണ്. അതിനകത്തെല്ലാം കയറി മുങ്ങിത്തപ്പാനൊന്നും കഴിയില്ല. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ ചില പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങി കഴിയുകയാണ് ഇപ്പോൾ.